നമസ്കാരം. നമസ്കാരം. ഇതെന്താ ഇങ്ങനെ ഒരു സമരമായിട്ട് ഇങ്ങനെ ഇറങ്ങേണ്ട കാര്യം? പഞ്ചായത്ത് ഓഫീസിന്റെ വാതിക്കൽ. പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് വിജയപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിലാണ്, വടവാതൂർ ജംഗ്ഷനിലാണ്. അപ്പോൾ ഞാനിവിടെ വരാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഈ വിജയപുരം പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ഒരാൾ അനിശ്ചിതകാല സമരം ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് നമുക്കൊന്ന് കേൾക്കാം. നമസ്കാരം. നമസ്കാരം. ഇതെന്താ ഇങ്ങനെ ഒരു സമരമായിട്ട് ഇങ്ങനെ ഇറങ്ങേണ്ട കാര്യം? പഞ്ചായത്ത് ഓഫീസിന്റെ വാതിക്കൽ. അതായത് ഞാൻ ഒരു 10 വർഷമായിട്ട് നമ്മുടെ പാറമ്പുഴ മീനച്ചിലാറിൻ്റെ സൈഡിൽ ഒരു ഹോം സ്റ്റേ എന്ന് എല്ലാവരും പറയുന്നെങ്കിലും നമ്മൾ സർവീസ് വില്ല പോലെ ചെയ്തിട്ട് ഗസ്റ്റ് ഹൗസ് പോലെ ചെയ്തിരിക്കുകയാണ്. അപ്പം അത് 10 വർഷം 11ാമത്തെ വർഷം നമ്മളത് ഡെവലപ്പ് ചെയ്തപ്പോഴത്തേക്ക് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ലൈസൻസ് പുതുക്കി തന്നിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ലൈസൻസ് പുതുക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞ് കമ്പ്യൂട്ടറിൻ്റെ പ്രശ്നം അതായതാന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ച് നേരാന്ന് വിചാരിച്ച് പഞ്ചായത്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചായത്തിനോട് ഉടക്കാനോ പിടിക്കാനൊന്നും പോയില്ല. പിന്നെ അതിൻ്റെ ടൈം കഴിഞ്ഞപ്പോൾ ഇവർ എന്ത് ചെയ്താൽ പുതുക്കി തന്നിട്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്വേഷിച്ചു എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ നമ്മളോട് പറഞ്ഞത് കുറച്ച് നമ്മുടെ നെയ്ബേഴ്സിൻ്റെ ആരാണ്ട് കുറച്ച് പേരെ സൈൻ കൊടുത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ പോലീസ് എന്തോ ഒരു പേപ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു, എന്നെ സംബന്ധിച്ച് 10 വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ആ പ്രോപ്പർട്ടി നടത്തിയിട്ട് ഒരു കേസ് പോലും എനിക്കെതിരെ ഇല്ല. പിന്നെ നമ്മുടെ പഞ്ചായത്തും എനിക്കെതിരെ ഒരു പരാതിയും തന്നിട്ടില്ല. അപ്പം ഞാൻ എന്തെങ്കിലും ഒരു വൃത്തികേട് കാണിച്ചാൽ അവരെനിക്കെതിരെ തരണമല്ലോ. നാട്ടുകാർക്ക് പരാതി എനിക്ക് മനസ്സിലാവുള്ളൂ ഞാൻ വൃത്തികേട് കാണിക്കുന്നത്. അപ്പം ഞാൻ ഇതൊന്നും അറിയുന്നില്ല. അറിയാതെ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്ക് ലൈസൻസ് തരുന്നില്ല. അപ്പോഴായി പിന്നെ വിവരാവകാശം വെച്ചപ്പോഴായി ഈ സാധനമൊക്കെ നമുക്ക് തരുന്നത്. അന്നുതൊട്ട് നമ്മൾ ഇതിന്റെ പുറകെ കിടന്ന് ഓടിക്കൊണ്ടിരിക്കുക. അല്ല, ഈ ബിൽഡിങ്ങിന്റെ കാര്യങ്ങളെല്ലാം നിയമപ്രകാരം പഞ്ചായത്തിൽ നിന്നുള്ള നിയമപ്രകാരമാണ്. ഞാൻ നമുക്ക് അതായത് അന്ന് ലോഡ്ജിങ് ഹൗസ് എന്ന് പറഞ്ഞൊരു ലൈസൻസ് തന്നു. അപ്പം ഇപ്പം ഈ പുതിയ ഗവൺമെന്റ് വന്നപ്പോൾ ഇത് മാറ്റി സ്മാർട്ടിലൂടെ വേറെന്തോ A1 എന്ന് പറഞ്ഞ കാറ്റഗറിയിലോട്ടൊക്കെ മാറ്റി. അപ്പോൾ ആ സമയത്ത് എൻ്റെ ലൈസൻസ് ലോഡ്ജിങ് ഹൗസ് എന്ന് പറഞ്ഞ ലൈസൻസ്, അത് നമുക്കെല്ലാം കൊണ്ട് ലൈസൻസ് വിടുന്നുണ്ടായിരുന്നു. നമ്മൾ ബിൽഡിംഗ് പെർമിറ്റും ബിൽഡിങ്ങും എല്ലാം കറക്റ്റായിട്ട് നമ്മൾ ടാക്സും എല്ലാം അടച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷമായിട്ട് നമ്മളിങ്ങനെ 10 വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നമില്ല. അപ്പൊ ഇപ്പൊ ഇവർ ഇതെന്താ കാരണം എന്താ നമ്മളോട് പറയുന്നത് ഇപ്പൊ ഇത് നടത്താൻ പറ്റുകയെന്നുള്ള? അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വിചാരിക്കും നമ്മുടെ അയൽക്കാരാണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് വിചാരിക്കും. പക്ഷെ അങ്ങനെ അല്ല. അതായത് ഒരു വ്യവസായി ഇവിടെ വ്യവസായം നടത്തുമ്പോൾ ആദ്യം നമ്മൾ അയൽക്കാരെ കൊണ്ടൊക്കെ ഈ പാർട്ടിക്കാരും മറ്റവരൊക്കെ പ്രശ്നം ഉണ്ടാക്കിയെന്ന് എന്നാ വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ ഈ 10-20 ലക്ഷം രൂപ ലോൺ എടുത്താണ് ഇത് നടത്തി. അപ്പം നമ്മൾ ജീവൻ പണയം വെച്ച് ഇത് എങ്ങനെ ഇത് തിരിച്ചെടുക്കാൻ വേണ്ടി പോകും. അപ്പം നമ്മൾ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ രാഷ്ട്രീയ നേതാവിൻ്റെയൊക്കെ കാലേ ചെന്ന് വീഴും. അപ്പോഴേ അവർക്ക് കൂടുതൽ പൈസ കിട്ടും. അതിനാണ് ഇവർ ഈ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഇന്ന് വരെ പ്രശ്നമില്ലാത്ത ഈ അയൽക്കാരൊക്കെ ഇത്രയും നാൾ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ഇതെന്നെ പിന്നെ ഇതൊക്കെ എനിക്ക് മനസ്സിലായേ. അതായത് ഈ അയൽക്കാരെന്ന് പറയുന്ന ഇവരുടെ പാർട്ടിക്കാർ ആണ്, ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് ഞാനൊരു പാർട്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ 100 പേരുടെ ഒപ്പ് മേടിക്കാൻ എനിക്കൊരു പാടില്ല. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ഞാൻ പറയാം, ഇവിടെ ബിവറേജിനെതിരെ മാങ്ങാനത്ത് ബിവറേജ് വന്നു. 1000 പേര് സമരം ചെയ്തിട്ടുണ്ട്. കൊടുത്തല്ലോ, കൊടുത്തു. എന്തുകൊണ്ട് കൊടുത്തു? അവർ പൈസ, ബിവറേജുകാർക്കൊക്കെ പൈസ ഉണ്ട്, അവർ പൈസ കൊടുത്തുകൊണ്ട് സാധനം കൊടുത്തു. അതിന്റെ മേളിൽ ഒരു ക്രംബ് ഫാക്ടറി ഉണ്ട്. ഞാനതിൽ പോയിട്ടുണ്ട്. നാറിയിട്ട് അവിടെ ഞാൻ അവിടെ പോയി വീഡിയോ ചെയ്തിട്ടുള്ള ജീവിക്കാൻ പറ്റില്ല. ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. ടൂറിസം എന്ന് പറയുന്നത് ബാറ്ററി കാർ പോലെ ആർക്കും ദോഷമില്ലാത്ത വ്യവസായമാണ്. ആ വ്യവസായത്തിന് എന്നാ സംഭവിക്കാൻ? ആ പടം 2 കാലം വരുന്ന മനുഷ്യൻ നല്ല സന്തോഷത്തോടെ വരുന്നു, സന്തോഷത്തോടെ പോകുന്നു. അതിനൊക്കെ എന്ത് തടസ്സം വരും? അത് തടസ്സപ്പെടുത്തി പിന്നെ ഇവിടെ ഏത് വ്യവസായം നടത്താൻ പറ്റും? അതെ, നമ്മുടെ നാട്ടിൽ ഒന്നും ചെയ്യാൻ മേലാത്തൊരു അവസ്ഥയിലേക്ക് മാറുക. അപ്പം ഞാൻ എൻ്റെ ഒരു പോളിസി എന്ന് പറയുന്നത്, അങ്ങനെ നമ്മളങ്ങോട്ട് ഇവരൊക്കെ നമ്മൾ പോയി ആത്മഹത്യ ചെയ്യണം. ഞാനങ്ങനെ ആത്മഹത്യ തീരുമാനിക്കുന്നില്ല. ഞാൻ ഇതിനെതിരെ ഫൈറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരും ചെയ്യേണ്ടത്, നിങ്ങളുടെ വ്യവസായത്തിനെതിരെ ആരെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാൽ നിങ്ങളൊരു 1 മണിക്കൂർ രാവിലെ ആയിക്കോട്ടെ വൈകിട്ടായിക്കോട്ടെ ഇതുപോലെ സമരം ചെയ്യണം. ഒരു അരമണിക്കൂറിലും വന്ന് നിങ്ങൾ പഞ്ചായത്തിന് മുമ്പേ ഇരിക്കണം. അതായത് നമ്മൾ ആഫ്രിക്കയിൽ പോയി ചിലപ്പം
നമ്മൾ വ്യവസായം ചെയ്യാൻ പറ്റുമ്പോൾ വെടിയുണ്ടാവും അതെ. എന്ന് പറയുന്ന പോലെ കേരളത്തിൽ നമ്മൾ വ്യവസായം ചെയ്യുമ്പോൾ ചിലപ്പോൾ സമരമൊക്കെ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അതതിൻ്റെ ഒരു ഭാഗമാകണം, എന്നാലും ചിലപ്പോൾ നിങ്ങൾക്ക് ലാഭം കിട്ടത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ സമരം ചെയ്യുന്നത്. മനസ്സിലായോ? എൻ്റെ നമ്മളൊരു 16 മണിക്കൂറിൽ ഒരു മണിക്കൂർ അങ്ങ് പോട്ടെ. ഒരാളൊരു വ്യവസായമൊക്കെ 16 മണിക്കൂർ 12 മണിക്കൂറൊക്കെ ജോലി, അതിൽ 1 മണിക്കൂർ നിങ്ങൾ സമരം ചെയ്യും നിങ്ങളുടെ പ്രശ്നത്തിന് വേണ്ടി. അങ്ങനെ കേരളം മൊത്തം ജനങ്ങൾ സമരത്തിന് ഇറങ്ങുവാണെങ്കിൽ വിഷയം മാറും. അവനവൻ്റെ പ്രശ്നത്തിന് എല്ലാ പഞ്ചായത്തിൻ്റെ ആരെ പ്രശ്നം ഉണ്ടാക്കി അവർക്ക് ആ പ്രശ്നം ഇതിൻ്റെ നമ്മൾ താമസിക്കുന്ന വാർഡ് എന്നറിയാതാ എത്രയാ വിജയപുരം? എൻ്റെ പ്രസ്ഥാനം ഇരിക്കുന്ന 3-ാം വാർഡും ഞാൻ താമസിക്കുന്നത് കഞ്ഞിക്കുഴിയിലും. അവിടുത്തെ മെമ്പറൊക്കെ ഈ കാര്യത്തിലൊക്കെ ഇടപെട്ടോ? മെമ്പർ ഇവർക്കൊക്കെ ഈ ഇലക്ഷനും വോട്ടും കാര്യങ്ങളൊക്കെ ആണല്ലോ, പിന്നെ അവരെല്ലാം അവരോടെയൊക്കെയാണ് നിൽക്കുന്നത്. നമുക്കറിയാം. അല്ല, നമ്മളെ കേൾക്കാൻ ആരും തയ്യാറാകുന്നില്ല. നമ്മളെ കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇതാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ എത്ര ദിവസമായി സമരം തുടങ്ങിയിട്ട്? ഇപ്പം 10 ദിവസമായി സമരം ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന് നീതി കിട്ടുന്നിടം വരെ തുടരുമെന്ന് തന്നെയാണോ? തീർച്ചയായിട്ടും, അതിനൊന്നും ഒരു വിട്ടുവീഴ്ചയില്ല. കാര്യം നമുക്ക് ഞാൻ അവിടെ 2,500 രൂപ കിട്ടുന്ന വീടിന് 75,000 രൂപ ഉണ്ടാക്കിയാണ് എന്നെ വിളിച്ച് ആദരിക്കേണ്ടത്. അപ്പോൾ അത്രയും കപ്പാസിറ്റി ഉള്ള ആൾ ഞാൻ സമരം ചെയ്യും. എനിക്കെന്താ, ഒരു വ്യവസായിയെ സംബന്ധിച്ച് അവൻ ഏതൊക്കെയാണ് ഫൈറ്റ് ചെയ്താൽ ജീവിക്കും. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഫൈറ്റ് കൂടി ഇരിക്കും. അപ്പം താങ്കളുടെ സമരത്തിന് എല്ലാവരും ആശംസ നേടി. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് ഓരോരുത്തരും വ്യവസായങ്ങൾ ഇങ്ങനെ ചെയ്യാൻ വരുന്നവരെല്ലാം ഇവിടെ നിന്ന് വിട്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം സർക്കാരും അല്ല, നമ്മുടെ ഇവിടുത്തെ അധികാരവർഗ്ഗങ്ങൾ ഇത് നടത്താനോ അതോ നമ്മളിവിടെ ഇതിങ്ങനെ തുടരാനൊന്നും അവർ സമ്മതിക്കുന്നില്ല. നമ്മളെന്താ പറയുക, വെളിയിലേക്ക് പോകുന്ന ആളുകൾ വിചാരിക്കേണ്ട ഒരു കാര്യം, ഞാൻ വെളിയിൽ കാനഡയിലോ അമേരിക്കയിലൊക്കെ പോയി ജോലി ചെയ്താണ്. ഞാൻ ഏറ്റവും വലിയ അധ്വാനിയാന്ന് പറഞ്ഞാൽ ഞാൻ പോയത്. പക്ഷെ നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്കവിടെ സീറ്റ് പോലും ഇരിക്കാൻ തരത്തില്ല. 10-16 മണിക്കൂർ ഞാൻ ഒരു ജോലിയിൽ നിന്ന് ഈ മെട്രോയിലൊക്കെ പോകുമ്പോൾ എൻ്റെ കാല് തിരുമ്മിയാണ് ഞാൻ പോകുന്നത്. അത്ര വേദനയാണ് കാല്. മനസ്സിലായോ? അങ്ങനെ അവിടെ പോയി കഷ്ടപ്പെട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്. ആ ജോലി ഇവിടെ ചെയ്യാമെങ്കിൽ അതിനൊക്കെ പൈസ ഉണ്ടാക്കാം. പക്ഷെ ഇവിടെ സമ്മതിക്കണം ജോലി. മനസ്സിലായി? ഇപ്പം ഇവിടെ നമ്മുടെ ലോകം മൊത്തം പ്രാദേശികവാദം വരിക. പിള്ളേരൊക്കെ ചിലപ്പോൾ തിരിച്ചു വരേണ്ടി വരും. തിരിച്ചു വന്ന് ഇവിടെ എന്തെങ്കിലും ചെയ്യണ്ടേ? ഇത്രയും നല്ല കാലാവസ്ഥയുള്ള കൃത്യസമയത്ത് സൂര്യൻ ഉദിക്കുന്ന കൃത്യസമയത്ത് സൂര്യൻ അസ്തമിക്കുന്ന ഒരു സ്ഥലം. നമ്മൾ അമേരിക്കയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചുമ്മാ 2 മണിക്കൂറൊക്കെ ഉള്ളൂ അവിടെ ഇരുട്ടുള്ളൂ. ഫുൾ ടൈം വെയില. അങ്ങനത്തെ സ്ഥലത്ത് ജോലി ചെയ്യാൻ ഇവിടുത്തെ ആളുകൾ തയ്യാറാണ്. അവിടെ പോയി പൈസ ഉണ്ടാക്കി ഇവിടെ അതിനൊക്കെ കൂടുതൽ പൈസ ഉണ്ടാക്കാമല്ലോ. അത് പക്ഷേ ഇവിടെ അല്ല, നമ്മുടെ നാട്ടിലൊരു വ്യവസായം തുടങ്ങുന്ന ആളെ പ്രോത്സാഹിപ്പിക്കാനുള്ളതിന് ഇവരെ നിരുത്സാഹപ്പെടുത്തുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളിപ്പോൾ പഞ്ചായത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിത് നടത്തി തരാൻ ആരും ശ്രമിക്കത്തില്ല. ഇല്ല, തീർച്ചയായിട്ടും. ഞാൻ അങ്ങനെ ഒരുപാട് പേരെ പ്രശ്നങ്ങൾ കേട്ടിട്ടുണ്ട്. തടയാൻ ഏത് വിധത്തിൽ ഇത് മുടക്കാമെന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മളെ സഹായിക്കുവാണെന്ന് ആലോചിച്ചു. അതെ. മനസ്സിലായോ? അതുപോലെ ഈ പാവം പിടിച്ച മനുഷ്യർക്ക് നമുക്ക് എങ്ങനെ ഈ ഹൈക്കോടതിയിലൊക്കെ പോയാൽ നമ്മുടെ കേസ് എടുക്കാനൊക്കെ എത്ര നാളെടുക്കുന്നറിയോ? ആ സമയം നമ്മൾ ഈ വക്കീലിന് ഫീസ് കൊടുത്ത് ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വക്കീലിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത് ഒരു വ്യവസായിയോ ഒക്കെ ചെയ്യുന്നത് അവൻ്റെ ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പുള്ള അവസാനത്തെ പൈസ വക്കീലിന് കൊണ്ട് കൊടുക്കുക. മനസ്സിലായോ? അതേ ഉള്ള അവൻ്റെ ഇത് അതുകൂടെ കൊടുത്തേക്ക് പിന്നെ ആത്മഹത്യ ചെയ്യുക. അതെല്ലാം രക്ഷപ്പെട്ടില്ലെങ്കിൽ. മനസ്സിലായോ? അതാണ് നമ്മുടെ അവസ്ഥ. മനസ്സിലായോ? അതിന് പകരം ഈ രാഷ്ട്രീയക്കാരെല്ലാം സമരം ചെയ്തല്ലേ ഓരോന്നും ഇടും. നമ്മളും ചെയ്യണം. പിന്നെ തീർച്ചയായിട്ടും. നമ്മുടെ പേരെന്നായിരുന്നു? എൻ്റെ പേര് ബിനു കുര്യനാണ്. ശരി. അപ്പം നിങ്ങൾ ഇദ്ദേഹത്തിൻ്റെ പരാതികളെല്ലാം കേട്ട് കാണുമെന്നറിയാം. അപ്പം ഞാൻ ഇതിന് ശേഷം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻകുട്ടി സാറാണ്. അദ്ദേഹത്തെ ഞാൻ വിളിച്ചപ്പോഴത്തേന് അദ്ദേഹം പറഞ്ഞത് 2024-25 കാലഘട്ടത്തിൽ ലൈസൻസ് പുതുക്കാനുള്ള അപേക്ഷ ഇദ്ദേഹം അവിടെ കൊടുത്തിട്ടില്ല. അത് തന്നെയല്ല, 2021 ഈ ഹോം സ്റ്റേക്കെതിരെ ഒരു നാട്ടുകാരുടെ പരാതിയും അതുപോലെ അതൊരു പോലീസ് കേസും ഒക്കെ ആയി കളക്ടർക്കൊക്കെ പരാതി പോയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനെപ്പറ്റി വിശദമായിട്ടൊന്ന് പഠനം നടത്തിയതിനു ശേഷം മാത്രമേ ഇദ്ദേഹത്തിന്റെ കാര്യത്തിൽ പഞ്ചായത്ത് ഒരു തീരുമാനം എടുക്കുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറഞ്ഞിങ്ങനെ ഒരു കാര്യം ചോദിച്ചായിരുന്നു. കാരണം ഒരു പുതിയ വ്യവസായം തുടങ്ങുന്ന ആൾക്കാരെ അന്നേരം പറഞ്ഞു ഒരിക്കലുമല്ല, അത് ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രമേ ഇതിന് ഒരു ലൈസൻസിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കിനിയും ബാക്കി വരും ദിവസങ്ങളിൽ ഇതിന് നീതി കിട്ടുമോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കാത്തിരുന്ന് കാണാം.